നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് RRB ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യാനിരിക്കാം. ഇതിനു മുന്നേ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം, അതിൽ നിന്ന് എന്തൊക്കെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് പറയാം. നമുക്ക് ലൈവായിട്ട് ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാം, പിന്നെ ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ലൈവായിട്ട് ഞാൻ ഓരോന്നും അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഓരോ പേജും എങ്ങനെയാ പോകുന്നത്, ആധാറിൽ എങ്ങനെ OTP വരാം, മൊബൈലിൽ എങ്ങനെ OTP വരാം, പിന്നെ നിങ്ങൾക്ക് OBC കൊടുക്കുമ്പോൾ എന്തെല്ലാം ആഡ് ചെയ്യണം, അതൊക്കെ ഓരോന്ന് എടുത്തെടുത്ത് നമുക്ക് ലൈവായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും, വേറൊരു വീഡിയോ നിങ്ങൾക്ക് കാണേണ്ട വരില്ല. സോ നമ്മൾ ബേസിക്കലി ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസ് എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെ ഇൻപുട്ട് നിങ്ങൾക്ക് കിട്ടും. ഒന്നാമത്തെ കാര്യം, പോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് സെറ്റ് ആക്കി വെക്കുക. ഈ പോസ്റ്റ് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, ഏകദേശം 14ഓളം പോസ്റ്റ് ഉണ്ട്, ഓരോ സോണിലും നമ്പർ വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ, ചെന്നൈയിൽ 13 പോസ്റ്റേ ഉള്ളൂ, ഒരു പോസ്റ്റ് ചെന്നൈയിൽ വിളിച്ചിട്ടില്ല. സോ ഈ 14 പോസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ ഒരു പോസ്റ്റ് പ്രിഫറൻസ് സെറ്റ് ആക്കി വെക്കുക. ഓക്കെ, ആ പോസ്റ്റ് പ്രിഫറൻസ് വെച്ചായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ പ്രിഫറൻസ് ലാസ്റ്റ് കൊടുക്കേണ്ട ഒരു അവസരം വരും. അപ്പൊ ഞാൻ പറയാം, അപ്പോൾ ഇതൊന്ന് സെറ്റ് ആക്കി വെച്ചാലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ ബേസിസിലുള്ള ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരും, പക്ഷെ നിങ്ങൾ ഓൾറെഡി ഇത് റെഡിയാക്കി വെക്കണം. ഓക്കെ, അടുത്തത് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഇതിൽ ഏതൊക്കെ പോസ്റ്റുകൾ ആദ്യമൊക്കെ വെക്കണം എന്ന് തീരുമാനിക്കും. ഈ മെഡിക്കൽ പോസ്റ്റ് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് വേണം നിങ്ങൾ A1 ആണോ, A2 ആണോ, A3 ആണോ, B1 ആണോ, C1 ആണോ, ഇതിൽ ഏതാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. A1 പോസ്റ്റ് വിളിച്ചിട്ടില്ല, A2, A3, B1, C1, ഈ നാല് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ ഏത് മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ പെട്ട ആളാണ് നിങ്ങളെന്ന് തീരുമാനിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുക. പിന്നെ ഏത് സോൺ സെലക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കൂടുതൽ ഒഴിവുള്ളത് എവിടെയാ, ചണ്ഡീഗഡിലാണ്, ചണ്ഡീഗഡ് വേണോ, അല്ലെങ്കിൽ കേരളത്തിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരേ ഒരു സോൺ ആയിട്ടുള്ള ചെന്നൈ വേണോ, അല്ലെങ്കിൽ മുംബൈ, കൊൽക്കത്ത, ഇതെല്ലാം വേണോ എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കട്ട് ഓഫ് വെച്ചിട്ട്, വേക്കൻസി വെച്ചിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏത് RRB വേണമെന്ന് ചൂസ് ചെയ്യാം. സോ സോൺ സെലക്ഷൻ എന്ന് വെച്ചിട്ട് നമുക്ക് RRB ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഇത് വെച്ചിട്ട് നമ്മൾ പോസ്റ്റിന് പ്രിഫറൻസ് റെഡിയാക്കി വെക്കുക, മെഡിക്കൽ സ്റ്റാൻഡേർഡ് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള SC, ST സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട വരും. OBC സർട്ടിഫിക്കറ്റിന്റെ നമ്പറും ഡേറ്റും വേണ്ട വരും. EW സർട്ടിഫിക്കറ്റിന്റെ നമ്പറും ഡേറ്റും വേണ്ട വരും. അതിൽ EBC സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ട വരും, അത് വേണ്ട ആൾക്കാരാണെങ്കിൽ. ഇനി ഇതിനെല്ലാം പറ്റിയുള്ള ഇത് ഇത്രയും വീഡിയോസ് കണ്ട് ഇതെല്ലാം കയ്യിൽ ഒപ്പിച്ച് വച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ കയ്യിൽ റെഡി ആണെങ്കിൽ നമുക്കിനി അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഹൗ ടു അപ്ലൈ ലൈവായിട്ട് നമുക്ക് കാണാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ലൈവായിട്ട് നമുക്കിപ്പോൾ കാണാം. ഓക്കെ, നമുക്ക് നേരെ പ്രോസസ്സിലേക്ക് പോവാം. അതിനു മുന്നേ ഇത്രയും വീഡിയോസ് കണ്ടിട്ട് വരിക, എന്നാലേ നിങ്ങൾക്ക് ഈ പ്രോസസ്സ് എളുപ്പമാവുള്ളൂ. ഓക്കെ, തുടങ്ങാം. നമുക്ക് നേരെ പ്രോസസ്സിലേക്ക് കടക്കാം. ആദ്യം ഞാൻ ഗൂഗിളിന്റെ പേജ് എടുത്തേക്കാണ്, നമുക്ക് എല്ലാം കിട്ടുന്ന പോലത്തെ ഗൂഗിളിന്റെ പേജാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഗൂഗിളിന്റെ പേജിൽ എന്ത് ചെയ്യുക, rrbapply.gov.in അത് കൊടുക്കുക. എന്നിട്ട് ആദ്യം വരുന്ന സൈറ്റിലെ rrbapply.gov.in അതിൽ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, അങ്ങനെ ഒരു പേജ് വരും. ആ പേജിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കാം. നമ്മൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ 2024 നടത്തിയിട്ടുള്ള ALP മുതലുള്ള പരീക്ഷകൾ അപ്ലൈ ചെയ്യാത്ത ആളാണെന്ന് വിചാരിക്കൂ. ALP, JEE, ടെക്നീഷ്യൻ, NTPC ഇതൊന്നും അപ്ലൈ ചെയ്യാത്ത ആളാണെങ്കിൽ ആദ്യമായിട്ട് 2024 ശേഷമുള്ള പരീക്ഷകൾ, അതിന് മുന്നത്തെ പരീക്ഷ കുഴപ്പമില്ല, ശേഷമുള്ള പരീക്ഷകൾ ആദ്യമായിട്ട് കൊടുക്കുന്ന ആളാണെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. മുന്നേ കൊടുത്തിട്ടുള്ള ആൾക്കാണെങ്കിൽ ഓൾറെഡി അവർ OTR ചെയ്തതായിരിക്കും, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതായിരിക്കും, എന്നാൽ കുഴപ്പമില്ല. സോ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുകയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, കാൻഡിഡേറ്റ്സ് who have already created an account for any send, okay, for any notification issued by RRB in 2024 are not required to register again. or as register ചെയ്തവര് വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. They should log in using the same username and password. അവർ നേരെ ലോഗിൻ ചെയ്താൽ മതി. ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്താൽ മതി. ഞാൻ പക്ഷെ ഒന്നും കൂടെ അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുന്നു. ആദ്യമായിട്ട് ഞാൻ എന്റെ രാജ്യം ഇന്ത്യ ആണെന്ന് കൊടുക്കുന്നു. ഞാൻ എന്റെ പേര് എൻ്റർ ചെയ്യണം, അടുത്ത എന്റെ ഫുൾ നെയിം എൻ്റർ ചെയ്യണം. ഞാൻ എനിക്ക് എന്റെ SLC ബുക്ക് അനുസരിച്ച്, എന്റെ മെട്രിക്കുലേഷനിലുള്ള ഡാറ്റ അനുസരിച്ച്, 10ാം ക്ലാസ്സിലെ ഡാറ്റ അനുസരിച്ച് അത് തന്നെ കൊടുക്കണം കേട്ടോ. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ മാൻഡേറ്ററി ഡോക്യുമെന്റ്സിന്റെ വീഡിയോ കാണുക, അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ കറക്റ്റ് നെയിം ഇവിടെ ആഡ് ചെയ്യുന്നു. ആ നെയിം ഒന്നും കൂടെ ഇവിടെ എന്ത് ചെയ്യുന്നു, റീടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, റീടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഗ്രീൻ ടിക്ക് വരും. അതിനർത്ഥം ഞാൻ ഇട്ട പേര് 2 സ്ഥലത്തും ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ക്രോസ് ചെക്ക് ചെയ്തു. എന്നിട്ട് ഹാവ് ചേഞ്ച് യുവർ അക്കൗണ്ട്, ഞാൻ എപ്പോഴെങ്കിലും എന്റെ പേര് മാറ്റിയിട്ടുണ്ടോ, ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇല്ല എന്ന് കൊടുക്കുന്നു. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് ആഡ് ചെയ്യാം, അതും ഞാൻ കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നു. അത് ഒന്നും കൂടെ റീടൈപ്പ് ചെയ്യുന്നു. എത്രയാണോ അവിടെ കൊടുത്തത് സെയിം അല്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് വരും, തെറ്റാണെന്നുള്ള മെസ്സേജ് വരും. സോ ഇവിടെയും ഗ്രീൻ ടിക്ക് വന്നു. എന്റെ ജെൻഡർ കൊടുക്കുന്നു. ഓക്കെ, ജെൻഡർ ഒന്നും കൂടെ സെലക്ട് ചെയ്യുന്നു, വീണ്ടും ഗ്രീൻ ടിക്കുകൾ ഇവിടെ വരും. അടുത്ത എന്റെ ഫാദേഴ്സ് നെയിം കൊടുക്കുന്നു. ഓക്കെ,
എൻ്റെ ഫാദേഴ്സ് നെയിം കൊടുക്കുന്നു, വീണ്ടും റീടൈപ്പ് ചെയ്യുന്നു ഫാദേഴ്സ് നെയിം, അവിടെയും ഗ്രീൻ ടിക്ക് വരും. നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഫാദേഴ്സ് നെയിം കഴിഞ്ഞാൽ നേരെ മദേഴ്സ് നെയിം കൊടുക്കണം. മദേഴ്സ് നെയിമും ഈ പറയുന്ന പോലെ ശരിയായിരിക്കണം. അവിടെയും രണ്ട് സ്ഥലത്തും അടിക്കുന്ന മദേഴ്സ് നെയിം സെയിം ആയിരിക്കണം. ഓക്കെ, മദേഴ്സ് നെയിം കൊടുത്തു, റെഡ് കളർ. ആദ്യം റെഡ് കളർ ക്രോസ് വന്നില്ലേ, തെറ്റാണെന്ന് അർത്ഥം. പിന്നെ ഞാൻ ശരിയാക്കിയപ്പോൾ റെഡ് ടിക്ക് വന്നു. ഇനി എനിക്ക് ചെയ്യാനുള്ളത് എന്താ, എന്റെ OTP, എന്റെ ഇമെയിൽ എനിക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ഇമെയിൽ എൻ്റർ ചെയ്താൽ എനിക്ക് ഇവിടെ OTP വരും. അതുപോലെ എന്റെ ഫോൺ നമ്പർ ഞാൻ എൻ്റർ ചെയ്യാൻ പോവാണ്. എന്താണ് എന്റെ ഫോൺ നമ്പർ എന്ന് വെച്ചാൽ ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ എന്റെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ജനറേറ്റ് OTP കൊടുക്കാം. OTP പോയിട്ടുണ്ട്. ഞാൻ എന്റെ ഫോണിലേക്ക് നോക്കുന്നു, OTP വന്നിട്ടുണ്ടോന്ന്. OTP വന്നിട്ടുണ്ട്. OTP ഞാൻ ഇവിടെ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, OTP വന്നു, OTP ആഡ് ചെയ്തു. ഇതുപോലെ തന്നെ ഞാൻ എന്റെ ഇമെയിൽ അഡ്രസ് ഇവിടെ ആഡ് ചെയ്യുന്നു. അതിലും OTPക്ക് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്താൽ എന്റെ ഇമെയിൽ അഡ്രസ്സിലും OTP വന്നിട്ടുണ്ടാവും. ഓൾറെഡി ഇമെയിൽ അഡ്രസ് എടുത്ത് നോക്കുന്നു, OTP വന്നിട്ടുണ്ട്. ആ OTP കൂടെ ഞാൻ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ആ OTP കൂടെ പേസ്റ്റ് ചെയ്യുന്നു. ആ OTP കൂടെ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. സോ ഞാൻ എന്റെ രണ്ട് OTPസും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്റെ ആധാറിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. എന്റെ ആധാറിന്റെ OTP കൂടെ കൊടുക്കണം. അത് നിർബന്ധമായിട്ടും കൊടുക്കണം. നമ്മളിവിടെ ഐ ഡോണ്ട് ഹാവ് ആധാർ എന്ന് കൊടുത്താൽ വീണ്ടും ഒരു മെസ്സേജ് വരും, കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു ഡു ആധാർ വാലിഡേഷൻ ഫോർ സ്മൂത്ത് എൻട്രി. സ്മൂത്ത് എൻട്രിക്ക് വേണ്ടി ആധാർ വാലിഡേഷൻ ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. സോ ഞാൻ ഇവിടെ ആധാറും കൂടെ എന്റെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആധാറിന്റെ നമ്പർ കൂടെ അടിച്ചു കൊടുത്തു എന്ന് വിചാരിക്കാം. ഞാൻ ഇവിടെ ഓൾറെഡി എന്റെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റ് ആധാർ OTP എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യാം. ആ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലീസ് ചെക്ക് ദ ആധാർ കൺസെന്റ്. നമ്മളിവിടെ ആധാറിന്റെ കൺസെന്റ് കൊടുത്താൽ മാത്രമേ OTP വരുള്ളൂ. സോ ഞാൻ അവിടെ കൺസെന്റ് കൊടുത്തു, ഇവിടെ ആധാറിന്റെ കൺസെന്റ് കൊടുത്തു. ഇനി ഞാൻ ജനറേറ്റ് OTP കൊടുത്താൽ എനിക്ക് OTP വരുന്നുണ്ടാവും. OTP ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്റെ വരുന്ന OTP നോക്കിയിട്ട് ഞാൻ OTP എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എന്റെ നമ്പർ അടിച്ചു കൊടുത്തു, എന്റെ OTP വന്നു. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എന്റെ ആധാർ വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ ആധാറിന്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും. ഡീറ്റെയിൽസ് എഴുതി കാണിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ പാസ്വേഡ് കൊടുക്കാം. രണ്ട് പാസ്വേഡ്സ് ഇവിടെ ആഡ് ചെയ്യുക. രണ്ട് പാസ്വേഡ്സും ഒരുപോലെ ആയിരിക്കണം എന്ന് വിചാരിക്കുക. ഓക്കെ, രണ്ട് പാസ്വേഡ് ഞാൻ ആഡ് ചെയ്തു. ഇവിടെ ഗ്രീൻ ടിക്ക് വന്നു. അതുപോലെ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം എൻ്റർ ചെയ്ത എല്ലാ ഡാറ്റയും കൂടെ നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം ആയിട്ട് കാണിച്ചു തരും. നമ്മുടെ കയ്യിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് OTR നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രിവ്യൂ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക. ഞാൻ കൊടുത്തതെല്ലാം കറക്റ്റ് ആണെന്ന് നോക്കുക. എന്നിട്ട് അവസാനം സബ്മിറ്റ് ചെയ്യുക. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ ലാൻഡിംഗ് പേജിലേക്ക് വരും. ഈ ലാൻഡിംഗ് പേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് കൊടുക്കുക. ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അവിടെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. സോ അവിടെ ബേസിക്കലി നമുക്ക് എന്ത് എൻ്റർ ചെയ്യാം, എന്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് തന്നിട്ടുള്ള ഞാൻ അവിടെ നേരത്തെ കൊടുത്ത വൺ ടൈമിന് സമയത്ത് കൊടുത്തിട്ടുള്ള പാസ്വേഡ് എൻ്റർ ചെയ്യാം. ഞാൻ പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, യൂസർ നെയിം പൊതുവേ മൊബൈൽ നമ്പർ ആണ്. മൊബൈൽ നമ്പറും പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഐന്റെ ഓപ്ഷൻ ഒന്ന് ഓഫ് ആക്കിയിട്ട് എന്റെ പാസ്വേഡ് ഒന്നുകൂടെ റീചെക്ക് ചെയ്യുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക, ലോഗിൻ കൊടുക്കുക. ഈ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു പേജിലേക്ക് ചെല്ലും. ആ പേജിൽ നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ് നമുക്ക് കൊടുക്കാനുള്ളത് എന്ന് കിടപ്പുണ്ടാവും. ഓക്കെ, ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതിൽ നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് സെൻ നമ്പർ 8/2024, അതായത് വേരിയസ് പോസ്റ്റിംഗ്, എല്ലാ പോസ്റ്റിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇൻ ലെവൽ 1 ഓഫ് 7th CPC പേ മെട്രിക്സ്, അതായത് ലെവൽ 1 എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ. ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് വരുന്നത് നമുക്ക് ഏത് RRB വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക, സെലക്ട് ദ RRB ഫോർ വിച്ച് യു വിഷ് ടു അപ്ലൈ. നിങ്ങൾക്ക് ഏത് RRBയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇത് തീരുമാനിക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഏത് വീഡിയോ നിങ്ങൾ കാണേണ്ടത്, ഏത് സോൺ സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും നല്ല സോൺ ഏത്, കേരളത്തിന് അടുത്തുള്ള സോൺ ഏത്, ഏറ്റവും ഒഴിവുകൾ കൂടുതലുള്ള സോൺ ഏത്, നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ച് നിങ്ങൾക്ക് കൂടുതൽ ഒഴിവുകൾ ഉണ്ടാവുന്ന സോൺ ഏത്, ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ആ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് അജ്മീർ വേണോ, ബാംഗ്ലൂർ വേണോ, ഭോപ്പാൽ വേണോ, ഭുവനേശ്വർ വേണോ, ഇതുപോലെയുള്ള 16 സോണുകൾ കൊടുത്തിട്ടുണ്ടാവും. ബനാന RRBകൾ കൊടുത്തിട്ടുണ്ടാവും. 16 സോണുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് നമുക്ക് പറയാം ഏത്, ചെന്നൈ ആണെന്ന് വിചാരിക്കും. സോ ഞാൻ ചെന്നൈ സെലക്ട് ചെയ്താൽ ഇവിടെ ചെന്നൈ എന്ന് വരും. ഓക്കെ, സോ ആപ്ലിക്കേഷൻ തീരുന്ന ദിവസം ഏതാ, 22/2/2025 വരെ ഉള്ളൂ. സോ ഞാൻ എന്ത് ചെയ്തു, ഐ ആം നോട്ട് കറന്റ്ലി ഡിബാർഡ് ബൈ എനി RRB or RRC. എന്നെ ഒരു RRBയും RRCയും ഡിബാർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ അവിടെ ടിക്ക് ഇട്ടു. കുഴപ്പമൊന്നുമില്ല, ടിക്ക് ഇട്ടു, നെക്സ്റ്റ് കൊടുത്തു. നിങ്ങൾ ചോദിക്കും ഇത് ഏത് എക്സാമിന്റെ താഴെ കിടക്കുന്നത്, അത് വേരിയസ് പോസ്റ്റ് ഫോർ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ്, നമുക്ക് പറ്റിയതല്ല.
ഓക്കെ, മിനിസ്റ്റീരിയൽ കാറ്റഗറീസിനുള്ളതാണ്. അത് 6-2 വരെ ഉള്ളതാണ്. നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ ടിക്ക് കൊടുക്കാം, നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ നമുക്ക് എന്തൊരും അക്കൗണ്ട് ഈസ് വെരിഫൈഡ് ബൈ ആധാർ കാർഡ്. നമ്മൾ മുന്നേ ആധാർ കാർഡ് വെച്ച് വെരിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത വിവരങ്ങൾ ഇവിടെ ഗ്രേ ഏരിയ ആയിട്ട് വരും. നമുക്ക് അവിടെ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഇവിടെ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി OTR ആഡ് ചെയ്തതാണ്. നമുക്ക് ഇവിടെ മാറ്റം വരുത്താൻ പറ്റില്ല. നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത് എന്താ? മാരിറ്റൽ സ്റ്റാറ്റസ്, മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്ന് ആഡ് ചെയ്യുക. നിങ്ങൾ ഏത് റിലീജിയൻ ഉള്ള ആൾക്കാരാണെന്ന് ആഡ് ചെയ്യുക. നിങ്ങൾ ഫീ കൺസംഷൻ, ഫീ എക്സെപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ, വിഷ് ടു അവൈൽ, ഫീ എക്സെപ്ഷൻ അവൈൽ ചെയ്യാൻ താല്പര്യമുള്ള ആളാണോ, ഫീ ഇല്ലാത്തത് ആർക്കൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോസിൽ. സോ ഫ്രീ അവൈൽ ചെയ്യാനുള്ള ആൾക്കാരാണോ നിങ്ങൾ എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. EWS, EBC, അതുപോലെ വുമൺസ്, അതുപോലെ മൈനോറിറ്റീസ് എല്ലാം ഫ്രീ എക്സെപ്ഷൻ ഉണ്ട്. ഏത് 500 രൂപ അടയ്ക്കണ്ട. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ST ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അങ്ങനെ ആഡ് ചെയ്യാം. സോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കുക. നിങ്ങളെ മദർ ടങ് ഏതാന്ന് കൊടുക്കുക. ഞാനിവിടെ മലയാളം കൊടുത്തു. നിങ്ങൾ ഏത് ലാംഗ്വേജിലാണ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഡീഫോൾട്ട് ആയിട്ട് എന്തായാലും വരും. അതല്ലാതെ നിങ്ങൾക്ക് 14 പ്രാദേശിക ഭാഷകൾ ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ മലയാളം കൊടുത്തു. മലയാളം കൊടുത്താൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ മലയാളത്തിലും ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. എനിക്ക് പിന്നെ നമുക്ക് കൊടുക്കേണ്ടത് വിസിബിൾ മാർക്ക് ഫോർ ഐഡന്റിഫിക്കേഷൻ. എനിക്ക് എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടോ? ഫോർ എക്സാമ്പിൾ എന്റെ കൈയുടെ ഇവിടെ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് അത് എഴുതി വെക്കാം. ബ്രൗൺ മോൾ ഓൺ മൈ ലെഫ്റ്റ് ആം എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചു. അതുപോലെ ബ്ലാക്ക് മോൾ ഓൺ മൈ റൈറ്റ് ചീക്ക്, അല്ലെങ്കിൽ ബ്ലാക്ക് മോൾ ഓൺ മൈ ലെഫ്റ്റ് ചീക്ക്, ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും എഴുതി വെച്ചിട്ട് അവിടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കാം. നമ്മുടെ SLC ബുക്കിൽ പൊതുവെ അത് കാണാറുണ്ട്. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കഴിഞ്ഞു. അതിന് താഴോട്ട് വരിക. നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ഒരു ഏരിയ ഏതാണ്? ഞാൻ സെലക്ട് ചെയ്യണം ഏത് കമ്മ്യൂണിറ്റി ആണെന്ന്. ഓക്കെ, ഞാൻ അൺറിസർവ്ഡ് ആണോ, SC ആണോ, OBC ആണോ, ST ആണോ? ഓക്കെ, ഏതാണെന്ന് എനിക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ അൺറിസർവ്ഡ് ആണെങ്കിൽ അൺറിസർവ് കൊടുക്കുക, അവിടെ ഒന്നും വരില്ല. ഞാൻ OBC ആണെന്ന് വിചാരിക്കൂ. ഞാൻ OBC ആണെന്നുണ്ടെങ്കിൽ ഓൺലി ദോസ് കമ്മ്യൂണിറ്റീസ് വിച്ച് ആർ റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് OBC ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തവർക്കാണ് കിട്ടുക. ആൻഡ് OBC നോൺ ക്രീമി ലെയറിലാണെങ്കിൽ മാത്രമേ റിസർവേഷൻ കിട്ടുള്ളൂ. ഓക്കെ, OBC, SC, ST എന്ന് SC, ST ആണെങ്കിലും SC ആണെങ്കിലും ST ആണെങ്കിലും OBC ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്യണം. OBC ആണെങ്കിൽ നോൺ ക്രീമി ആയിരിക്കണം. ഓക്കെ, ഞാൻ അത് മനസ്സിലാക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ നോൺ ക്രീമി ലെയർ ആണെന്ന് കൊടുക്കുന്നു. ഞാൻ OBC ആണെങ്കിൽ നോൺ ക്രീമി ആണെന്ന് കൊടുക്കുന്നു. അപ്പോൾ അവർ പറയുന്നത് പേഴ്സൺ സീക്കിംഗ് അപ്പോയിന്റ്മെന്റ് ബേസിസ് ഓഫ് OBC NCL മസ്റ്റ് എൻഷുർ ഹി possesses കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് and does not fail in creamy layer, fall in creamy layer. ഞാൻ ക്രീമി ലെയർ പെട്ട ആളല്ല. നോൺ ക്രീമി ലെയറിലാണെങ്കിൽ മാത്രമേ റിസർവേഷൻ കിട്ടുള്ളൂ. ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് 22-ാം തീയതി വരെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണം. എന്റെ കയ്യിലുള്ള OBC സർട്ടിഫിക്കറ്റ് 22-ാം തീയതി വരെ എങ്കിലും വേണം. പൊതുവേ OBC സർട്ടിഫിക്കറ്റിന് 1 ഇയറിന്റെ വാലിഡിറ്റി ഉള്ളത്. സോ 22/2 തീരാത്ത ഒരു OBC സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിൽ വേണം. During DV, such candidates should produce their OBC certificate in prescribed format, valid as closing date on submission of application. Application submit ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് 22/2 വാലിഡ് ആയിട്ടുള്ള OBC NCL സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. 22/2 ഒരു കൊല്ലം കവിയാത്തത് വേണമെന്ന് അർത്ഥം. ഞാനത് മനസ്സിലാക്കുന്നു. ഇനി എനിക്കിവിടെ കൊടുക്കേണ്ട വരുന്നത് എന്താ? കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് എനിക്കിവിടെ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ എനിക്ക് കൊടുക്കേണ്ടി വരുന്നത് എന്താ? കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഏത് അതോറിറ്റി ചെയ്തതാണ്. ഇവിടെ നമുക്ക് നോക്കാം ആരൊക്കെ ഉള്ളത്. അഡീഷണൽ ചീഫ് പ്രസിഡൻസി മജിസ്ട്രേറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ, ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ഇവിടെ ഉള്ളത് തഹസിൽദാർ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. ഞാൻ തഹസിൽദാർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. ഞാൻ തഹസിൽദാർ ഒപ്പിട്ടതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെന്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ളത്. ഏത് സ്റ്റേറ്റ് ഓർ യൂട്ടി ആണ്? ഞാൻ കേരളത്തിലാണെന്ന് കൊടുത്തു. അതോടുകൂടി എനിക്ക് ഇവിടെ ഡേറ്റും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് എനിക്ക് എന്നാണ് കിട്ടിയത്, ഇഷ്യൂ ഡേറ്റ്. അപ്പൊ ഒരു കൊല്ലം ഉള്ളിലുള്ളതാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാലോ, അവർക്ക് മനസ്സിലാക്കാം ഒരു കൊല്ലം ഉള്ളിലുള്ള ആളാണോ എന്ന്. സോ ഞാനിവിടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്റെ നമ്പർ കൊടുക്കണം. ഞാനിവിടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റും ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇഷ്യൂ ചെയ്ത ഡേറ്റ്. അപ്പൊ ഞാൻ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് എല്ലാം OBCയുടെ കാണിച്ചു. നമുക്ക് SCയുടെ നോക്കാം. SC ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ വരിക? സെയിം മെസ്സേജ് ഇവിടെ വരുന്നുണ്ടാവും. ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അഗ്രി കൊടുക്കുക. ഏത് കാസ്റ്റ് ആണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കുക. ആരാണ് ഇഷ്യൂ ചെയ്തത് എന്ന് കൊടുക്കുക. ഓക്കെ, ആരാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത് എന്ന് കൊടുക്കുക. വില്ലേജ് ഓഫീസറിന്റെ മുകളിലേക്കുള്ള ആൾക്കാരാണ് വേണ്ടത്, അത് കൊടുക്കുക. റവന്യൂ ഓഫീസേഴ്സ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് തഹസിൽദാർ, അത് കൊടുക്കുക. ഡേറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, SC ST സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് യെസ് കൊടുക്കുക. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൊടുക്കുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്പ് ചെയ്യാം.
ഞാൻ മാൻഡേറ്ററി ഡോക്യുമെന്റ്സിന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ SC/ST കുട്ടികൾക്ക് ട്രാവലിംഗ് ഫീന്റെ പൈസ ഫ്രീ ആയിട്ട് കിട്ടും. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റിന്റെ നമ്പറും ഇഷ്യൂയിങ് അതോറിറ്റിയും ഡേറ്റ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഫ്രീ ട്രാവൽ അലവൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഡേറ്റ് കൊടുക്കണം. സെയിം ആണ് ST കാറ്റഗറിയിലെ കുട്ടികൾക്കും. ഓക്കെ, ST കാറ്റഗറിയിലെ കുട്ടികൾക്കും സെയിം കാര്യങ്ങളാണ് വരുന്നത്. അവർക്ക് ട്രൈബിന്റെ പേര് കൊടുക്കണം, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അതുപോലെ ഇഷ്യൂയിങ് അതോറിറ്റി കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഫ്രീ ട്രാവൽ പാസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കൊടുക്കുക. അതുപോലെ 500 KB കവിയാത്ത PDF ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം റെഡിയാവും. EWSന്റെ വിദ്യാർത്ഥികൾക്കും സെയിം, ഉദ്യോഗാർത്ഥികൾക്കും സെയിം വരുന്നത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കണം, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്റെ അതോറിറ്റി ആരാണെന്ന് കൊടുക്കുക, അതുപോലെ തന്നെ ഡേറ്റും കൊടുക്കുക. ഇത്രയും കൊടുക്കുക. OBCയും EWSഉം സിമിലർ ആണ്, SCയും STയും സിമിലർ ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് വരുന്നത്. എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു ഏരിയ അല്ലേ അത്, അതാ കുറച്ച് സമയം എടുത്തത്. ഓക്കെ, കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സിന്റെ വിഭാഗമാണ് ഇനി വരാൻ പോകുന്നത്. അഡ്രസ്സിൽ നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങൾ പ്രസന്റ് അഡ്രസ് ഇപ്പോഴുള്ള അഡ്രസ്സും നിങ്ങൾ പെർമനന്റ്ലി അവിടെ തന്നെയുള്ള ആളാണ്, നിങ്ങൾ വേറെ എവിടെയും മാറി താമസിക്കുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസന്റ് അഡ്രസ് അടിച്ചു കൊടുത്തിട്ട് ഇവിടെ ടിക്ക് ഇഫ് ദ പ്രസന്റ് അഡ്രസ് ഇസ് സെയിം ആസ് പ്രസന്റ് അഡ്രസ് കൊടുക്കുക. ഇവിടെ രണ്ടും ഡ്യൂപ്ലിക്കേറ്റ് തന്നെ വന്നോളൂ. ഇവിടെ അടിച്ചു കൊടുത്തത് നേരെ ഇവിടെ വന്നോളൂ. ഓക്കെ, സോ ഇവിടെ പ്രസന്റ് അഡ്രസ് അടിച്ചു കൊടുക്കുക. ഓക്കെ, ഈ എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണെന്നോട് ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ സേവ് കൊടുക്കുക. എന്നിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് സേവ് സക്സസ്ഫുള്ളി, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അതർ ഡീറ്റെയിൽസിലേക്ക് വരും. അതർ ഡീറ്റെയിൽസ് എന്തെല്ലാമാണ് വരുന്നത്? നിങ്ങൾ ഒരു എക്സ് സർവീസ്മാൻ ആണോ അല്ലയോ, അല്ലെങ്കിൽ നോ കൊടുക്കുക, ആണെങ്കിൽ യെസ് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉണ്ടോ, അതായത് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് യെസ് ഓർ നോ കൊടുക്കുക. ഇവിടെ എക്സ് സർവീസ്മാൻ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിഫൻസ് സർവീസ് ഏതാണെന്ന് കൊടുക്കേണ്ട വരും, റാങ്ക് ഏതാണെന്ന് കൊടുക്കേണ്ട വരും, ഡേറ്റ് ഓഫ് അറ്റസ്റ്റേഷൻ കൊടുക്കേണ്ട വരും. ഇനി സർവീസിൽ നിങ്ങൾ എന്ന് പോലെ ഉള്ളതെന്ന്, ഇപ്പോഴും നിങ്ങൾ സർവീസിലുള്ള ആളാണെങ്കിൽ 1 കൊല്ലത്തിനുള്ളിൽ സർവീസിൽ നിന്നും നിങ്ങൾ റിലീവ് ആവുമെങ്കിൽ കുഴപ്പമില്ല. സോ യെസ് കൊടുത്തിട്ട് എന്നാണ് സർവീസ് ഡിസ്ചാർജ് ആവുന്നതെന്ന് കൂടെ കൊടുക്കുക, ഡേറ്റ്. 1 കൊല്ലത്തിനുള്ളിലാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ ഇന്നേക്ക് അല്ലെങ്കിൽ 22-ാം തീയതി ആപ്ലിക്കേഷൻ ഡേറ്റ് മുതൽ, ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന ഡേറ്റ് മുതൽ 1 കൊല്ലത്തിനുള്ളിൽ റിലീവ് ആവുന്ന ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ ഡേറ്റ് കൊടുക്കുക. അപ്പൊ ലെങ്ത് ഓഫ് സർവീസ് ഇവിടെ തന്നെ വന്നോളൂ. ഓക്കെ, നമ്മുടെ എക്സ് സർവീസ്മാൻ അല്ലാത്തതുകൊണ്ട് നോ കൊടുക്കുകയാണ്. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ആർമിയിലെ ഏത് ഫോഴ്സിലാണെന്ന് കൊടുക്കേണ്ട വരും, ഏത് റാങ്ക് ആണെന്ന് കൊടുക്കേണ്ട വരും, ഡേറ്റ് ഓഫ് അറ്റസ്റ്റേഷൻ എന്നാണെന്ന് കൊടുക്കേണ്ട വരും. ഇവിടെ ഇപ്പോഴും ഡിഫൻസ് സർവീസിലുള്ള ആൾക്കാരാണ്, എക്സ് സർവീസ്മാൻ 1 കൊല്ലത്തിനുള്ളിൽ ആവേ ഉള്ളൂ എന്നുള്ളവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷെ ഇവിടെ യെസ് കൊടുത്തിട്ട് ഡേറ്റ് ഓഫ് ഡിസ്ചാർജ് എന്നാണ് റിലീവ് ആവണം ആ ഡേറ്റ് കൂടെ കൊടുക്കണം ഇവിടെ. ഓക്കെ, ഞാൻ ഇവിടെ നോ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ ഉള്ളത് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ഏത് തരം ഡിസബിലിറ്റി ആണ്, അതിന് സബ് കാറ്റഗറി ഏത് തരം, വിഷ്വൽ ഇമ്പയർമെന്റ് ആണോ, ഹിയറിംഗ് ഇമ്പയർമെന്റ് ആണോ, ലോക്കോമോട്ടർ ഡിസബിലിറ്റി ആണോ, അത് കൊടുക്കേണ്ട വരും. സബ് ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോടെ അതും കൊടുക്കേണ്ട വരും. നമ്മളിപ്പോ ഹിയറിംഗ് വിഷ്വൽ എടുത്താൽ അതിന്റെ സബ് ആയിട്ടുള്ളത് വരും, സബ് നമ്മൾ ആഡ് ചെയ്യാം. അതുപോലെ ഡിസബിലിറ്റിയുടെ പെർസെന്റേജ് നമ്മളിവിടെ കൊടുക്കേണ്ട വരും. നേച്ചർ ഓഫ് ഡിസബിലിറ്റി പെർമനന്റ് ആണോ ടെമ്പററി ആണോ എന്ന് കൊടുക്കുക. PWD സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അതിന്റെ ID ഉണ്ടെങ്കിൽ ID അവൈലബിൾ ആണെങ്കിൽ കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഡേറ്റും കൂടി കൊടുക്കുക. യെസ് കൊടുത്താൽ ഇതെല്ലാം ആഡ് ചെയ്യണം. ഓക്കെ, DVയുടെ സമയത്ത് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടവരും ഇവിടെ നമ്മൾ ഈ ഡീറ്റെയിൽസ് ആഡ് ചെയ്താൽ മതിയാവും. ഞാൻ ഇവിടെ നോ കൊടുക്കുകയാണ്. അടുത്തത് നിങ്ങൾക്ക് സ്ക്രൈബ്, നിങ്ങൾക്ക് എക്സാം എഴുതാൻ കൂടെ ഒരാളുണ്ടെങ്കിൽ സ്ക്രൈബിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഡു യു നീഡ് എ സ്ക്രൈബ് ഇഫ് യുവർ റൈറ്റിംഗ് എബിലിറ്റി ഈസ് അഫക്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ മെൻഷൻഡ് ഇൻ പാര 11 ഓഫ് സെൻ 0/2024. നിങ്ങൾക്ക് ഒരു സ്ക്രൈബ് വേണം, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കൂടെ ഒരാൾ സ്ക്രൈബിനുള്ള ഓപ്ഷൻ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിന് അർഹരാണെന്നുണ്ടെങ്കിൽ സ്ക്രൈബിന് കൊടുക്കാം, സ്ക്രൈബിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, സ്ക്രൈബിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. എന്തൊക്കെയാണ് സ്ക്രൈബിന്റെ ഡീറ്റെയിൽസ്? ഡു യു ഹാവ് സ്ക്രൈബ് ഡീറ്റെയിൽസ്? യെസ് ആണ്, യെസ് കൊടുക്കുക. യെസ് കൊടുത്താൽ സ്ക്രൈബിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഈസ് ദ സ്ക്രൈബ് കാൻഡിഡേറ്റ് എക്സാം, ഈ എക്സാമിൽ ആ സ്ക്രൈബ് കാൻഡിഡേറ്റ് ആണോ എന്ന് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സ്ക്രൈബ് എലിജിബിൾ അല്ല. നോ ആണെങ്കിൽ, കാൻഡിഡേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്ക്രൈബ് ഈസ് ദ സ്ക്രൈബ് അസിസ്റ്റിംഗ് എനി അതർ കാൻഡിഡേറ്റ്, വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് കൊടുക്കുക. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക സ്ക്രൈബ് ആണെങ്കിൽ മാത്രം. ഞാൻ തൽക്കാലം സ്ക്രൈബ് വേണ്ടാത്തതുകൊണ്ട് നോ എന്ന് കൊടുക്കുന്നു. പിന്നെ എനിക്ക് EBC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, ഞാൻ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സിൽ പെട്ട ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ യെസ് കൊടുക്കാം. യെസ് കൊടുത്താൽ കുറെ ഗൈഡ് ലൈൻസ് വരും, നിർബന്ധമായിട്ടും വായിച്ചു നോക്കുക. എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് കാൻഡിഡേറ്റ്സ് ആർ those whose annual family income is less than 50,000. 50,000-ൽ കുറവ് ഫാമിലി ഇൻകം ഉള്ളവരും, holders of BPL card or any other certificate issued by central government under a recognized poverty alleviation program or holders of ISZT MST issued by railways.
ഓക്കെ, BPL കാർഡ് ഉള്ളവർക്കും 50 താഴെ ശമ്പളം വരുമാനം ഉള്ളവർക്കും EBC അടിയിൽ പെടാം. പക്ഷെ EBC അടിയിൽ പെട്ടുകൊണ്ട് EBCയും EWSഉം വേറെ വേറെയാണ്. EBC EWSഉം ഒന്ന് തന്നെയല്ല. EBC കുട്ടികൾ കിട്ടുന്ന ആനുകൂല്യം എന്താ? EBC കാൻഡിഡേറ്റ് ഷുഡ് ബി അവെയർ ദാറ്റ് they are entitled only for fee concession. നമ്മൾ ഈ ആപ്ലിക്കേഷന് വേണ്ട 500 രൂപ ഉണ്ടല്ലോ, അത് കൊടുക്കേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. ഡു നോട്ട് ജോബ് റിസർവേഷൻ, നോട്ട് ടു ജോബ് റിസർവേഷൻ. ജോബിന് റിസർവേഷൻ ഒന്നുമില്ല. EWSനോ OBCക്കോ SCക്കോ STക്കോ ഉള്ള പോലെ ജോബ് റിസർവേഷൻ ഇത്ര ശതമാനം ഒന്നുമില്ല. നമുക്ക് 500 രൂപ എന്നുള്ളത് കുറഞ്ഞു കിട്ടും. ഇത് അപ്ലൈ ചെയ്യാൻ 500 രൂപ എന്നുള്ളത്. അതിനുവേണ്ടി മാത്രമാണ് EBC എഴുതി വെച്ചിട്ടുണ്ട്. EBC കാൻഡിഡേറ്റ് ഷുഡ് ബി അവെയർ ദാറ്റ് they are entitled only for fee concession and not for job reservation. കേരള PSCക്ക് EBCക്ക് റിസർവേഷൻ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ RRBക്ക് ഇല്ല. സെൻട്രൽ ഗവൺമെന്റ് പരീക്ഷകൾക്ക് EBCക്ക് ജോബ് റിസർവേഷൻ ഇല്ല, പക്ഷേ ഫീ കൺസെഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? Applicants are required to submit relevant EBC certificate as and when required by RRB. RRB പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വരും, EBCയുടെ സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ. ഓക്കെ, if a valid EBC certificate is not submitted to DV, then the candidature will be rejected. ഇപ്പൊ നിങ്ങൾ ഈ 500 രൂപ കുറയ്ക്കാൻ വേണ്ടി EBC സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അപ്ലൈ ചെയ്താൽ ഈ സമയത്ത് 22 ഫെബ്രുവരിയുടെ സമയത്ത് നിങ്ങളിൽ EBC സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിട്ടുള്ള EBC സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേച്ചർ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. ഓക്കെ, നേരെ റിജക്ഷൻ ആണെന്ന് ഇവിടെ ചുവന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ? ആ അണ്ടർസ്റ്റാൻഡ് അഗ്രി. ഞാൻ ഇവിടെ യെസ് ആണെങ്കിൽ യെസ് കൊടുക്കാം, നോ ആണെങ്കിൽ നോ കൊടുക്കാം. ഞാൻ ഇവിടെ നോ കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഓഫ് സർവിംഗ് റെയിൽവേ ആപ്ലിക്കന്റ്. ഞാൻ സർവിംഗ് ആണോ എംപ്ലോയി ആണോ എന്ന് കൊടുക്കുക, ആണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ലാന്ന് കൊടുക്കുക. ഞാൻ അല്ലാന്ന് കൊടുത്തു. ആണെന്ന് കൊടുത്താൽ കുറെ ഡീറ്റെയിൽസും അതുമായിട്ട് ബന്ധപ്പെട്ട് വരും. ഏത് സോണിലാണ്, ഏത് പ്രൊഡക്ഷൻ യൂണിറ്റിലാണ്, എവിടെ വർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് വരും. അത് ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ നോൺ കൊടുക്കുന്നു. അതുപോലെ അപ്രന്റീഷിപ്പ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അപ്രന്റീഷിപ്പിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, സർവിംഗ് ആപ്ലിക്കന്റ് ആണ് അത് കൊടുക്കുക. അപ്രന്റീഷിപ്പിന്റെ ഡീറ്റെയിൽസ് ഉള്ള അപ്രന്റീഷിപ്പ് NCVT NIC ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എസ് കൊടുക്കുക, അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിന് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. സർട്ടിഫിക്കറ്റ് നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് റെയിൽവേയിൽ ഓൾറെഡി, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അത് കൊടുക്കാം, ഇൻക്ലൂഡിംഗ് റെയിൽവേ. ഓക്കെ, ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആ ഡീറ്റെയിൽസ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫീ, നമ്മൾ ഈ കൊടുക്കുന്ന 500 രൂപയുടെ ഫീ എന്ത് ചെയ്യും? നമുക്ക് റീഫണ്ട് കിട്ടും. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്താൽ ഫീ റീഫണ്ട് കിട്ടും. ഓൺലി അക്കൗണ്ട് നമ്പർ ആൻഡ് IFSC കോഡ് ആർ യൂസ് ഫോർ റീഫണ്ട്, ഫിൽ വിത്ത് കോഷൻ. നമുക്ക് അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ നെയിമും അക്കൗണ്ട് നമ്പറും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫീ തിരിച്ചു കിട്ടാനുള്ള ഒരു അവസ്ഥ കൂടി ഉണ്ട്. 500 രൂപ കൊടുത്തവർക്ക് ഫീ തിരിച്ചു കിട്ടാനുള്ള ഒരു റീഫണ്ടിനുള്ള ഒരു അവസ്ഥയും കൂടെ ആൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അതിന് റീഫണ്ട് കിട്ടണം എന്നുള്ള എന്ത് ചെയ്യാം? ഇവിടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തില്ല കുഴപ്പമൊന്നുമില്ല, കിട്ടണം. ഫ്രീ എക്സെപ്ഷൻ വേണ്ട, ഫീ റീഫണ്ട് വേണം എന്നുള്ളവർക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതെല്ലാം ആഡ് ചെയ്തു. ഞാൻ ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുന്നു. ഞാൻ ഇവിടെ എല്ലാം കൊടുത്തു, ഓക്കെ ആണോ? നോ 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 കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ ഓർഗനൈസേഷൻ ഉണ്ടോ? നോട്ട് ആപ്ലിക്കബിൾ ആണ്. NCVT ഉണ്ടോ എൻ്റെ കയ്യിൽ? ഇല്ല. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? സേവ് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് കൊടുക്കാം. അടുത്തത് എന്താണ്? എന്റെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ഞാൻ ഓൾറെഡി SSLC സർട്ടിഫിക്കറ്റ് എന്റെ മുന്നത്തെ OTRൽ ആഡ് ചെയ്തത് കൊണ്ട്, മുന്നേ ഞാൻ NTPC അപ്ലൈ ചെയ്തപ്പോഴും JEE അപ്ലൈ ചെയ്തപ്പോഴും OTRൽ ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് എനിക്കൊന്നും കൂടെ കൊടുക്കണ്ട. അല്ലാത്തവർ എന്ത് ചെയ്യുക? സെലക്ട് കൊടുത്തിട്ട് മെട്രിക്കുലേഷൻ ഉള്ള ഒരു മെട്രിക്കുലേഷൻ ആഡ് ചെയ്യുക. ഓക്കെ, ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് 3 എണ്ണാണ് വരിക. ITI, മെട്രിക്കുലേഷൻ, NAC. നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റുന്നില്ല എന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഏതെല്ലാമാണോ ഉള്ളത്? ITI, മെട്രിക്കുലേഷൻ, NAC. ഓക്കെ, അതായത് അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്. സോ നിങ്ങൾക്ക് ITI ഉണ്ടെങ്കിൽ ITI ഡീറ്റെയിൽസ് കൊടുക്കാം, മെട്രിക്കുലേഷൻ ഡീറ്റെയിൽസ് കൊടുക്കാം, NACക്ക് NAC ഡീറ്റെയിൽസ് കൊടുക്കാം. എനിക്കിവിടെ മെട്രിക്കുലേഷൻ മാത്രമേ ഉള്ളൂ. സോ ഞാൻ മെട്രിക്കുലേഷൻ SSLC ഡീറ്റെയിൽസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ആഡ് ചെയ്യുന്നു. എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ എനിക്ക് ചെയ്യാം. ഞാൻ ഒന്നും എഡിറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി എക്സാമിന് അപ്ലൈ ചെയ്തതാണ് കഴിഞ്ഞ കൊല്ലം. സോ ഞാൻ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് കൊടുക്കുന്നു. എനിക്ക് എന്താ വേണ്ടത്? ഞാൻ ഇവിടെയുള്ള സ്പെസിഫിക്കേഷൻസ് എല്ലാം വായിച്ചു നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാം? എന്റെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാം. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക, സേവ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. പ്രത്യേകിച്ച് ഒന്നുമില്ല, സാധാരണ എല്ലാ പരീക്ഷയും കൊടുക്കുന്ന പോലെ. ഇത് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് പോസ്റ്റിന്റെ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. പോസ്റ്റിന്റെ പ്രിഫറൻസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് അനാലിസിന്റെ ഇതിഹാസ ഭാഷയുടെ വീഡിയോ പോയി കാണുക. ഓക്കെ, ഇതിഹാസ ഭാഷയുടെ വീഡിയോ കണ്ടിട്ട് പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെക്കുക. പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ട് നമ്മളിവിടെ ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇങ്ങനെ ആഡ് ചെയ്യണം എന്നല്ലാട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്, ആദ്യം ഞാൻ പോയിന്റ്സ്മാൻ കൊടുത്തു. എനിക്ക് പോയിന്റ്സ്മാന്റെ ജോലി കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് ഞാൻ പോയിന്റ്സ്മാൻ ആദ്യം കൊടുത്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് കേരളത്തിൽ വർക്ക് ചെയ്യാൻ കിട്ടാൻ സാധ്യത പിന്നുള്ളത് S&T ആണെന്ന് മനസ്സിലാക്കി ഞാൻ S&T കൊടുത്തു. പിന്നെ എനിക്ക് കേരളത്തിൽ കിട്ടാൻ സാധ്യതയുള്ളത് ട്രാക്ക് മെഷീൻ, TRD, ട്രാക്ക് മെയിൻ്റെനർ എല്ലാം ആണ്.
പക്ഷെ ഇത് കിട്ടാൻ നേരത്തുള്ള ബുദ്ധിമുട്ട് എന്താ, വർക്ക് കുറച്ച് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്ത വർക്ക്സ് ആണെന്നില്ല, ഫീൽഡ് വർക്കാണ്. സോ ഞാൻ എന്ത് ചെയ്തു, കേരളത്തിൽ കിട്ടിയിലും കുഴപ്പമില്ല, അടുത്തത് ഞാൻ വർക്ക്ഷോപ്പുകൾ കൊടുത്തു, എല്ലാ വർക്ക്ഷോപ്പുകളും കൊടുത്തു. അത് ഞാൻ വർക്ക്ഷോപ്പ് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ്, മൂന്നാമത്തെ പ്രയോറിറ്റി ആയിട്ട് ICF, ചെന്നൈയിലാണ് ICFന്റെ ഫാക്ടറി ഉള്ളത്. SR എന്ന് പറഞ്ഞാൽ സദേൺ റെയിൽവേ. ICF അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് കൊടുത്തു SR-ലുള്ളത്. അപ്പൊ ഞാൻ ആദ്യം ICF-ൽ ജോലി കിട്ടട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എന്ത് വിചാരിച്ചു, SR അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് എനിക്ക് എവിടെ കിട്ടട്ടെ എന്ന് വിചാരിച്ചു, സദേൺ റെയിൽവേയിൽ എവിടെയെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, വർക്ക്ഷോപ്പ് കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് കേരളത്തിൽ കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ഞാൻ എന്ത് കൊടുത്തു, ഞാൻ കാരേജ് ആൻഡ് വാഗൺ കൊടുത്തു, ലോക്കോ ഷെഡ് കൊടുത്തു. പിന്നെ എനിക്ക് ഇവിടെ വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് TLAC ഉണ്ട്, അത് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, പക്ഷെ എനിക്കിവിടെ TLAC അതല്ലാതെ ഉണ്ട്, വർക്ക്ഷോപ്പും ഉണ്ട്, ഫീൽഡിന് TLNAC ഉണ്ട്. അതായത് വണ്ടിയുടെ ഉള്ളിലുള്ള AC-യും റിപ്പയർ ചെയ്യുന്ന ആൾക്കാർ മെക്കാനിക്കുകളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കേരളത്തിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്താ, ഇത് വണ്ടിയിൽ നമ്മൾ ട്രാവൽ ചെയ്യേണ്ട വരും, ചിലപ്പോൾ കേരളത്തിൽ കിട്ടാം. ഞാൻ അത് നേരെ സദേൺ റെയിൽവേയിൽ മൂന്നാമത് വെച്ചു. അപ്പൊ ആദ്യത്തെ 3 കേരളത്തിൽ കിട്ടാൻ സാധ്യതയുള്ളത്. പിന്നെ അങ്ങോട്ട് വർക്ക്ഷോപ്പ് വർക്കുകളാണ്, കുറച്ചുകൂടെ ഭേദമുള്ള വർക്കുകളായിരുന്നു, അത് കൊടുത്തു. ഇനി എനിക്ക് വരാനുള്ളത് ഏതാ, ബ്രിഡ്ജ്, PWay, ട്രാക്ക് മെഷീൻ, TRD, മെയിൻ്റെനർ. ഇതെല്ലാം ഫീൽഡ് വർക്കുകളാണ്. എനിക്ക് എന്തോ ഫീൽഡ് വർക്കിനോട് അത്ര താല്പര്യമില്ല. ഞാൻ ഇതെല്ലാം അവസാനം വെക്കാം, അല്ലെങ്കിൽ വെക്കാതിരിക്കാം. ഓക്കെ, ഒന്നെങ്കിൽ എനിക്ക് അവസാനം വെക്കാം, അല്ലെങ്കിൽ വെക്കാതിരിക്കാം. പക്ഷെ ഞാൻ വയ്ക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം എന്ത് ചെയ്തു, എനിക്ക് അതിനകത്ത് ഭേദമുള്ള ഇഷ്ടപ്പെട്ട വർക്ക് ട്രാക്ക് മെഷീൻ ആണ്. കാര്യം ട്രാക്ക് മെഷീനിൽ നമ്മൾ ഉള്ള വർക്കുകളാണ്, ട്രാക്ക് മെഷീൻ വെച്ചു. പിന്നെ എനിക്ക് കുറച്ച് രസമായിട്ട് തോന്നുന്നതിനകത്ത് TRD ആണ്. ഞാൻ ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഇലക്ട്രോണിക്സിന്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് എനിക്കുള്ളത്, ഞാൻ TRD വെച്ചു. പിന്നെ എനിക്ക് ഇത് 3 ഏതാണ്ട് ഒരുപോലെയാണ്. ഇതെല്ലാം സിവിലുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളാണ്, അതായത് ഫീൽഡില് നമ്മുടെ റെയിൽവേയുടെ പാളവുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളാണ്. ഞാൻ അതെല്ലാം ഓരോന്നായിട്ട് വെച്ചു. ഞാൻ ആദ്യം വെച്ചത് ബ്രിഡ്ജ് വെച്ചു, പിന്നെ PWay വെച്ചു, പിന്നെ ട്രാക്ക് മെയിൻ്റെനർ വെച്ചു. ഓക്കെ, ഏകദേശം 14 പോസ്റ്റുകൾ ഉണ്ട് ഇവിടെ. ഓക്കെ, പക്ഷെ 13 ഉള്ളൂ. കാര്യം എന്താ, സദേൺ റെയിൽവേയിൽ ഒരു പോസ്റ്റ് ഇല്ല, മെക്കാനിക്കൽ വർക്ക്ഷോപ്പിന്റെ പോസ്റ്റ് സദേൺ റെയിൽവേയിൽ ഇല്ലാത്തതുകൊണ്ട് 14 പോസ്റ്റുകൾ ഞാൻ എന്റെ ഇഷ്ടത്തിനുള്ള ഓർഡറിൽ വെച്ചു. ഞാൻ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നു. എനിക്ക് ആദ്യം പോയിന്റ്സ്മാൻ, രണ്ടാമത് അസിസ്റ്റന്റ്, മൂന്നാമത് TLNAC. ഇത് 3 കേരളത്തിൽ കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എനിക്ക് കേരളത്തിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടം. സോ ഞാൻ ഇത് 3 വെച്ചു. പിന്നെ ഞാൻ എല്ലാം വർക്ക്ഷോപ്പ് വെച്ചു. വർക്ക്ഷോപ്പ് ഒന്നും കേരളത്തിൽ ഇല്ല. കേരളത്തിൽ ആകെയുള്ളത് മെക്കാനിക്കൽ വർക്ക്ഷോപ്പാണ്. അത് സദേൺ റെയിൽവേ വിളിച്ചിട്ടുമില്ല. ചെന്നൈയിൽ ആ പരീക്ഷയില്ല. അപ്പൊ കേരളത്തിൽ കിട്ടാൻ ഒരു സാധ്യതയില്ല. അപ്പൊ ഞാൻ വർക്ക്ഷോപ്പ് പക്ഷേ 4 മുതൽ ഏകദേശം എത്രാമത്തെ വരെ, 8 വരെ ഞാൻ വർക്ക്ഷോപ്പുകൾ വെച്ചു. പിന്നെ ഞാൻ എന്ത് വെച്ചു, പിന്നെ ട്രാക്ക് മെഷീനും TRD, ബ്രിഡ്ജും PWay, മെയിൻ്റെനർ വെച്ചു. ഇവർ 4 പേര് കാര്യം 10 മുതൽ 13 വരെ ഉള്ളവര് എന്താണ്, ഫീൽഡ് വർക്കാണ്. എന്നാലും ഞാനത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ഇതെല്ലാം നോക്കിയിട്ടുണ്ട്. ഐ ഹാവ് എക്സസൈസ് ആൻഡ് ചെക്ക്ഡ് മൈ ഓർഡർ ഓഫ് പോസ്റ്റ് പ്രിഫറൻസ്. ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്കിത് ഓക്കെ ആണ്, ഇത് ഫൈനൽ ആണെന്ന് എന്ന് പറയുന്ന രീതിയിൽ ഞാൻ ടിക്ക് ഇട്ടു. ഐ അഗ്രി ടു അലോ RRB ടു ഷെയർ മൈ ഫൈനൽ സ്കോർ റിക്വയർമെന്റ് വിത്ത് ദ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ്. എന്റെ ഫൈനൽ മാർക്ക് RRB ഗവൺമെന്റിനും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും കൊടുത്തോട്ടെ എന്നുള്ള ഒരു സാധനം കൊടുത്തു. പിന്നെ ഞാൻ ഡിക്ലറേഷനും കൊടുത്തു. എന്റെ സ്ഥലം ഞാൻ ട്രിവാൻഡ്രം ആയതുകൊണ്ട് ഞാൻ ട്രിവാൻഡ്രം കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ എറണാകുളം കൊടുത്തു. ഞാൻ എന്റെ സ്ഥലം എറണാകുളമായിട്ട് കൊടുത്തു. എന്റെ സിഗ്നേച്ചർ ഇവിടെ വന്നിട്ടുണ്ട്, ഡേറ്റ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എന്ത് കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു. പോസ്റ്റ് പ്രിഫറൻസ് എല്ലാം സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ഞാൻ ഇപ്പൊ കൊടുത്ത ആപ്ലിക്കേഷന്റെ പ്രിവ്യൂ ഇവിടെ വരുന്നുണ്ടാവും. ഇപ്പൊ കൊടുക്കുന്ന ആപ്ലിക്കേഷന്റെ പ്രിവ്യൂ ഇവിടെ വരുന്നുണ്ടാവും. ഞാൻ കൊടുത്ത ഓർഡർ ഓഫ് പ്രിഫറൻസസ് വരുന്നുണ്ടാവും. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ റീചെക്ക് ചെയ്യാം. ഞാൻ പോയിന്റ്സ്മാൻ കൊടുത്തിട്ടുണ്ട്, അസിസ്റ്റന്റ് കൊടുത്തിട്ടുണ്ട്, ഇത് കൊടുത്തു കുഴപ്പമില്ല. ഓക്കെ, ഞാൻ 14 പേരെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണ്. 13 പേരാണ് ചെന്നൈയിലുള്ളത്, എല്ലാവരെയും കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം ടിക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുന്നു. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ മാറ്റാൻ പറ്റില്ല. പ്രത്യേകിച്ച് സ്വന്തം പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അച്ഛന്റെ പേര്, അത് SLC വെച്ച് മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സമ്മതിക്കില്ല. ആധാറിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തതാണ്. എന്റെ 10ലെ 10th സബ്ജക്ട്സ് ഇതെല്ലാം ഞാൻ കൊടുത്തേക്കുന്ന ഓക്കെയാണ്. സോ ഞാൻ എന്ത് ചെയ്തു, ഐ ഹാവ് ചെക്ക്ഡ് കൊടുത്തു, സബ്മിറ്റ് കൊടുത്തു. ഓക്കെ, ആപ്ലിക്കൻസ് വിൽ നോട്ട് ബി ഏബിൾ ടു മേക്ക് എനി കറക്ഷൻ ഇൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആഫ്റ്റർ സബ്മിഷൻ. കറക്ഷൻ വരുത്താൻ പറ്റില്ല എന്ന് അവർ പറയുന്നു. ഞാൻ വീണ്ടും സബ്മിറ്റ് കൊടുത്തു. ഞാൻ എല്ലാത്തിനും ഓക്കെയാണ്. ഇനി എനിക്ക് 500 രൂപ പേ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഞാൻ SBIയുടെ ഇ-പേ എടുത്തു, ഞാൻ പേ ചെയ്തു. ഓക്കെ, ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നില്ല. നിങ്ങൾ സാധാരണ പേ ചെയ്യുന്ന പോലെ പേ ചെയ്യാം. ഓക്കെ, എന്റെ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ തന്നെ ഇവിടെ മെസ്സേജ് വരുന്നുണ്ടാവും, പേയ്മെന്റ് പ്രോസസിംഗ് വെരിഫൈ ചെയ്യാനുള്ള മെസ്സേജ് വരുന്നുണ്ടാവും. സോ എനിക്ക് ഇനി എന്ന് വേണമെങ്കിലും എന്റെ പേയ്മെന്റ് എനിക്ക് ഇവിടെ പൂർത്തിയാക്കാം, ഇവിടെ നോക്കാം. കുറച്ച് സമയം കൊണ്ട് പേയ്മെന്റ് ആവുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഒന്നുകൂടെ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, നമ്മുടെ പേയ്മെന്റിന്റെ ബാങ്ക് അനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ വരാം. ഓക്കെ, 500 രൂപ പേയ്മെന്റ് വരും. പേയ്മെന്റ് ഇല്ലാത്തവർക്ക് നോക്കേണ്ട കാര്യമില്ല. ഞാൻ ഒന്നും കൂടെ ഇപ്പൊ ഇനി എനിക്ക് ഒന്നും കൂടെ ഇവിടെ കയറണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇങ്ങനെ 3 ടാബുകൾ എനിക്ക് വരും. ഞാൻ ഇനി കയറുമ്പോൾ, ഇനി എന്റെ ഡീറ്റെയിൽസ് കൊടുത്ത് കയറുമ്പോൾ എനിക്ക് ജനറൽ ഇൻസ്ട്രക്ഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻ ഹിസ്റ്ററി വരും. ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കുക. ഇവിടെ ഞാൻ മുന്നേ ALP-യും ടെക്നീഷ്യനും അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയറും അതുപോലെ NTPC എല്ലാം കൊടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഒരെണ്ണോടി വന്നു ഇവിടെ ലെവൽ 1. ഇവിടെ എനിക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കാം, അതുപോലെ പേയ്മെന്റ് സക്സസ് ആണെന്ന് നോക്കാം. ബാക്കി എല്ലാത്തിനും സക്സസ് ആണ്, ഇവിടെ പേയ്മെന്റ് സക്സസ് അല്ല. അതുപോലെ എനിക്ക് ആപ്ലിക്കേഷൻ വ്യൂ ചെയ്യാൻ പറ്റും. പേയ്മെന്റ് ആയാലേ ആപ്ലിക്കേഷൻ വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാത്തിനും ഇവിടെ എനിക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിന് വ്യൂ ചെയ്യാൻ പറ്റാത്തത് എന്താ, പേയ്മെന്റ് ആവാത്തതുകൊണ്ട്. പേയ്മെന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെയും ആപ്ലിക്കേഷൻ
ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾ ലാസ്റ്റ് ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക, ഇവിടെ സക്സസ് ആണോ, ഇവിടെ ആപ്ലിക്കേഷൻ കാണാൻ പറ്റുന്നുണ്ടോ. ഇതുപോലെ ആപ്ലിക്കേഷൻ കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിലുള്ളത്, ഓൺലൈൻ ആപ്ലിക്കേഷന്റെ സമയത്ത് കൊടുക്കാനുള്ളത്. ആദ്യമായി പോയി OTR ചെയ്യുക, പിന്നെ പോയി ഓരോ സർട്ടിഫിക്കറ്റും എല്ലാം വെച്ചിട്ട് എല്ലാം മുന്നേ റെഡിയാക്കി വെക്കുക, മാൻഡേറ്ററി ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി വെക്കുക, എന്നിട്ട് നേരെ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻസിൽ വരുന്നത്.